പലതരത്തിലുള്ള വ്യത്യസ്തതകൾ ഇത്തവണത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഉണ്ട്. എന്തായാലും ആദ്യ നിമിഷങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് നേടും? തൃശൂർ കോർപ്പറേഷനിൽ അട്ടിമറി ഉണ്ടാകുമോ? കൊച്ചി കോർപ്പറേഷൻ നിലനിർത്തുവാൻ LDFന് കഴിയുമോ? UDF തിരിച്ചു വരുമോ? കോഴിക്കോട് കോർപ്പറേഷനിൽ എന്തായാലും LDF തന്നെയാണ് ഇത്തവണയും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. കാരണം UDFന് വലിയ പ്രതീക്ഷ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇല്ല. കണ്ണൂരിൽ ഇത്തവണ അട്ടിമറി ഉണ്ടാകുമോ എന്നുള്ള കാര്യവും. അതായത് സംസ്ഥാനത്തെ രണ്ട് കോർപ്പറേഷനുകൾ കൊല്ലവും ഒപ്പം തന്നെ കോഴിക്കോടും ഏറെക്കുറെ വലിയ അട്ടിമറി സാധ്യതകളൊന്നുമില്ലാത്ത ഇടങ്ങളാണ്. ബാക്കി 4ഇടത്തും തള്ളിക്കളയാൻ പറ്റില്ല എന്ത് സംഭവിക്കുന്നുള്ളത്. തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ, കണ്ണൂർ, ഈ 4 ഇടങ്ങളിലും കണ്ണൂർ ഒരുപക്ഷെ ഇടത് കോട്ടയെന്നൊക്കെ പുറമേക്ക് അവകാശപ്പെടാമെങ്കിലും കണ്ണൂർ നഗരം എല്ലാ കാലത്തും UDFനൊപ്പം നിന്നിട്ടുള്ളതാണ്. പക്ഷേ അവിടെയും വിമത ശല്യവും പാളയത്തിൽ പടയുമാണ് കോൺഗ്രസിന് ശല്യമായിട്ടുള്ളത്. ഇത്തവണയും അത്തരം ചില പ്രതിസന്ധികൾ കണ്ണൂരിൽ. എന്തായാലും ആദ്യ നിമിഷങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷനും തൃശൂർ കോർപ്പറേഷനും തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറും. അവിടെ ഏതെങ്കിലും രീതിയിൽ BJPക്ക് മുന്നേറ്റം നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഈ രണ്ട് കോർപ്പറേഷനുകളെയും വ്യത്യസ്തമാക്കുന്നത്. അതേപോലെ തന്നെ കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണ LDFന്റെ ഭരണ തുടർച്ച ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യവും. കൊല്ലത്ത് 56 ഡിവിഷനുകളിൽ പക്ഷേ പല ഡിവിഷനുകളിലും മേധാവിത്വം നേടാൻ LDFന് കഴിയും എന്നുള്ളത് തന്നെയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലും അങ്ങനെ തന്നെയാണ്. 76 ഡിവിഷനുകളാണ് അവിടെയുള്ളത്. അവിടെയും നേട്ടം ആവർത്തിക്കുവാൻ LDFന് കഴിയുമെന്നുള്ളതാണ്. പക്ഷേ തിരുവനന്തപുരവും തൃശ്ശൂരും കൊച്ചി കോർപ്പറേഷനും കണ്ണൂർ കോർപ്പറേഷനും ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകുന്നു. അതിൽ തന്നെ ആദ്യ നിമിഷങ്ങളിൽ എറണാകുളത്തേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് തൃശ്ശൂരിലേക്കും തിരുവനന്തപുരത്തേക്കും പോവുക എന്നുള്ളതാണ്. കാരണം അവിടെ രണ്ടിടത്തുമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. മുനിസിപ്പാലിറ്റികളിലും പല മുനിസിപ്പാലിറ്റികളിലും വാശിയേറിയ പോരാട്ടമാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 4 മുനിസിപ്പാലിറ്റികളിൽ അവിടെ വർക്കല മുനിസിപ്പാലിറ്റി, വർക്കല നഗരസഭ വളരെ പ്രാധാന്യമുള്ള ഇടമാണ്. അവിടെ LDFന് ചില ആശങ്കയുണ്ട്. അതുപോലെ തന്നെ ആറ്റിങ്ങൽ, അതുപോലെ നെടുമങ്ങാട്, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റികൾ അത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ചിന്തിക്കും എന്നുള്ളതാണ് LDFന്റെ പ്രതീക്ഷ. കൊല്ലത്തേക്ക് പോകുമ്പോൾ 4 നഗരസഭകളിലും നേട്ടം ആവർത്തിക്കാൻ കഴിയുമെന്ന് LDF കണക്ക് കൂട്ടുന്നു. പത്തനംതിട്ടയിലും അതേ കണക്ക് കൂട്ടലുണ്ട്. എന്തായാലും നഗരസഭകളിലും അതുപോലെ തന്നെ കോർപ്പറേഷനുകളിലും ഇതാണ് ആദ്യ നിമിഷങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും കിട്ടേണ്ട വിവരങ്ങൾ. സ്ട്രോങ് റൂമുകൾ തുറക്കുകയാണ് എന്നുള്ള വിവരം വരികയാണ്. അനുമോദ്, CV അനുമോദ് ഉണ്ട് മലപ്പുറത്ത് നിന്നും. അനുമോദ്, മലപ്പുറത്തെ ചിത്രം നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ 2ാം ഘട്ടത്തിൽ കുതിച്ചു കയറിയ പോളിംഗ് ഉണ്ട്. 1ാം ഘട്ടത്തെ അപേക്ഷിച്ച് മലബാർ പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലകൾ മറ്റൊരു രാഷ്ട്രീയം പറഞ്ഞോ എന്ന ഒരു ആശങ്ക പെട്ടിയിലാണ്. നമുക്ക് പറയാറായിട്ടില്ല. എന്തായാലും മലബാറിലെ ഈ പോളിംഗ്, ഉയർന്ന പോളിംഗ് ശതമാനത്തെ രാഷ്ട്രീയ കേരളം ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ്. എന്താണ് അവിടുത്തെ ചിത്രം? അനുഭവം നിൽക്കുന്നത് എവിടെയാണ്? ഗുഡ് മോർണിംഗ് സയ്യിദ്. ഞാൻ നിൽക്കുന്നത് മലപ്പുറം നഗരസഭയുടെ സ്ട്രോങ് റൂമിന് മുൻപിൽ തന്നെയാണ്. നമുക്കിവിടെ കാണാം, ഇവിടെ സ്ട്രോങ് റൂം തുറക്കാനുള്ള ആ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സ്ട്രോങ് റൂം തുറക്കും. മലപ്പുറത്തിൻ്റെയും മലബാറിൻ്റെയും രാഷ്ട്രീയത്തിൽ UDFനെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തെക്കാളും മധ്യ കേരളത്തെക്കാട്ടിലും UDFന് അനുകൂലമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് അവർ പ്രതീക്ഷ അർപ്പിക്കുന്നു. മാത്രമല്ല പോളിംഗ് ശതമാനത്തിലെ വർധനവ് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിലെ വർധനവും UDFനെ സംബന്ധിച്ച് ഗുണം ചെയ്യുമെന്നാണ് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വിലയിരുത്തലുള്ളത്. മലപ്പുറം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തവണ 12-ൽ 3 നഗരസഭകളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് നേട്ടം കൈവരിക്കാനായിരുന്നത്. ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ 2 ഇടങ്ങളിൽ കൂടി അട്ടിമറി വിജയം നേടാൻ സാധിക്കും എന്നുള്ളതാണ്. അതൊന്ന് തിരൂരും മറ്റൊന്ന് മഞ്ചേരിയിലുമാണ്. മഞ്ചേരി കാലങ്ങളായിട്ട് നമുക്കറിയാം UDFൻ്റെ ലീഗിൻ്റെ ഒരു ഉറച്ച കോട്ടയായിട്ടാണ് വിലയിരുത്തുന്നത്. അതേപോലെ തിരൂരും 2015-ൽ LDF വിജയിച്ചിട്ടുണ്ട്. 2020-ൽ UDF തിരിച്ചു പിടിച്ചു. അപ്പോൾ തിരൂരിലൊക്കെ ഗഫൂർ ലീസിനെ പോലെ നിയമസഭയിലേക്ക് മത്സരിച്ച അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവിനെ മുൻനിർത്തിയുള്ള മത്സരമാണ് തിരൂരിൽ നടക്കുന്നത്. മഞ്ചേരിയിൽ ലീഗിൻ്റെ അപ്രമാദിത്വത്തിനെതിരെ അപരശല്യമുണ്ട്, വിമതരുണ്ട്. അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം മഞ്ചേരി നഗരസഭയിൽ കാര്യമായിട്ടുണ്ട് എന്നാണ് LDFന്റെ വിലയിരുത്തൽ. അങ്ങനെ 2 അട്ടിമറി ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നതിൽ ഒന്ന് മഞ്ചേരിയും മറ്റൊന്ന് തിരൂരിലുമാണ്. പെരിന്തൽമണ്ണയിലും പൊന്നാനിയിലും നിലമ്പൂരിലും ഭരണം നിലനിർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയും LDF വെച്ചു പുലർത്തുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ 3 ഇടങ്ങളിലാണ് LDFന് ബ്ലോക്ക് പഞ്ചായത്ത് നേടാൻ സാധിച്ചിട്ടുള്ളത്. അത് നിലനിർത്തുവാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് LDFനുള്ളത്. അതുപോലെ തന്നെ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ 94-ൽ
70 ഇടങ്ങളിലും UDF ആണ് മലപ്പുറം ജില്ലയിൽ. ആ 70 ഉയർത്താനാണ് UDFന്റെ ശ്രമം. എന്നാൽ 35 ഇടങ്ങളിലെങ്കിലും വിജയം നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് LDF വെച്ച് പുലർത്തുന്നത്. അങ്ങനെ മലപ്പുറത്തെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമുണ്ട്. നിലവിലുള്ള കൈവശമുള്ള ഭരണസ്ഥാപനങ്ങളൊന്നും നഷ്ടപ്പെടില്ല. കൂടുതലിടങ്ങളിൽ നേട്ടം കൈവരും. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഒന്ന് സർക്കാരിനെതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ട് അലയടിക്കും എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുകയാണ്. ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം അരുൺ, എപ്പോഴേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് ഭരിക്കും എന്ന കാര്യത്തിൽ ഒരു സൂചന കിട്ടിത്തുടങ്ങും? അന്തിമ ഫലം എത്ര മണിയോടുകൂടി വരും? എന്താണ് തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ നിന്ന് നൽകാൻ കഴിയുന്നത്? മഞ്ജുഷ, തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് ക്യാമ്പസിലെ 2 സ്കൂളുകളാണ്, സർവോദയ സ്കൂളിലും തിയോഫിലസ് ട്രെയിനിംഗ് കോളേജിലുമായാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടുകൾ എണ്ണുക. ഇവിടെ 4 RO മാർക്ക് കീഴിലാണ് ഈ വോട്ടെണ്ണൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. 1 മുതൽ 26 വരെ ഉള്ള വാർഡുകൾ ഒരു RO, അതിനുശേഷമുള്ള 27 മുതൽ 51 വരെ രണ്ടാമത്തെ ROയും, 77 മുതൽ 101 വരെ നാലാമത്തെ ROയും, അതിനിടയിൽ 52 മുതൽ 76 വരെ മൂന്നാമത്തെ ROയും. മൂന്നാമത്തെ ROയുടേതാണ് മാർ തിയോഫിലസ് ട്രെയിനിംഗ് കോളേജിൽ. അവിടുത്തെ വാർഡുകളാണ് അവിടെ വോട്ട് എണ്ണുന്നത്. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചാൽ ഏതാണ്ട് 9:09 തന്നെ തിരുവനന്തപുരം നഗര ഭരണം എങ്ങോട്ട് എന്നതിന് ഏകദേശ സൂചന ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വളരെ വേഗത്തിൽ വോട്ടുകൾ എണ്ണിപ്പോകും. ആർക്കും ഒരു വലിയ മുൻകൈ പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യം തിരുവനന്തപുരം നഗരസഭയിലുണ്ട്. ഇപ്പോഴും ഒരു മുന്നണിയും തങ്ങൾ ഉറപ്പിച്ച ഭരണത്തിലേക്ക് എത്തും. ചില ആദ്യഘട്ടത്തിലൊക്കെ അവകാശം ഭരണമുണ്ടെന്ന് പറയുമ്പോഴും അതൊരു ഏറ്റവും ഒറ്റകക്ഷിയാകുന്നതിന്റെ ബലത്തിലോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെ മോശം പ്രകടന ബലത്തിലോ ഒക്കെ മാത്രമാണ്. ആർക്കും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. എത്ര സീറ്റുകൾ പിടിക്കുമെന്ന്. 51 മുകളിൽ സീറ്റെന്നാണ് ഇടതുമുന്നണി CPMന്റെ സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ 40 മുതൽ 45 വരെ സീറ്റെന്ന് അവർ പറയുന്നു. BJP ആകട്ടെ എങ്ങനെ പോയാലും 44 സീറ്റിൽ കുറയില്ല എന്ന അവകാശവാദമാണ്. അവർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. UDF കേന്ദ്രങ്ങൾക്ക് 10 നിന്ന് 51 എത്തണം. കോൺഗ്രസിന് UDFനെ ഇവിടെ ഭരിക്കണമെങ്കിൽ ആ അവകാശവാദം ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നില്ല. 3 ഇരട്ടിയോ 4 ഇരട്ടിയോ, അതായത് കഴിഞ്ഞ തവണ 10 സീറ്റായിരുന്നു, അത് 3 ഇരട്ടിയോ 4 ഇരട്ടിയോ സീറ്റുകളിലേക്ക് എത്തുമെന്ന ഒരു പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. ചുരുക്കത്തിൽ തികച്ചും അപ്രവചനീയമായ അവസ്ഥ. ഈ വോട്ടെണ്ണിക്കഴിയുമ്പോൾ മാത്രം പറയാവുന്ന ഓരോ വാർഡുകളിലും ഒരുപക്ഷെ ഈ സിറ്റിംഗ് വാർഡുകളൊക്കെ പലതും മുന്നണികൾക്ക് നഷ്ടപ്പെടാൻ ഇടയുണ്ട്. തീരെ മേഖലകളിൽ സ്ഥിതി മെച്ചപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിന് UDFന് ഉള്ളത്. കഴിഞ്ഞ തവണ 10 സീറ്റുകൾ അവിടെ ഇടതുമുന്നണി നേടിയതാണ്. അവർക്ക് 54 എന്ന വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് നഗരസഭാ ഭരണം എത്തിക്കാനായത്. പക്ഷേ ഇത്തവണ അതുണ്ടാകില്ല. തീരമേഖലകളിലൂടെ തിരിച്ചുവരാം എന്ന പ്രതീക്ഷയാണ് UDFനുള്ളത്. നേമത്തും കഴക്കൂട്ടത്തും പട്ടൂർക്കാവിലും വലിയ നേട്ടമുണ്ടാക്കാമെന്ന് BJP കണക്കുകൂട്ടുന്നു. പക്ഷേ അവിടെ പാർട്ടിയുടെ പ്രാദേശിക പ്രശ്നങ്ങൾ, അവരുടെ 2 മേയർ സ്ഥാനാർത്ഥികൾ, ഒന്ന് ശ്രീലേഖയാണ്. ശാസ്തമംഗലത്ത് വലിയ വെല്ലുവിളി നേരിടുന്നു അവിടെ CPMന്റെ യുവ സ്ഥാനാർത്ഥി അമൃതയിൽ നിന്ന്. രാജേഷ് മത്സരിക്കുന്നത്, VV രാജേഷ് മത്സരിക്കുന്നത് കൊടുങ്ങാനൂരാണ്. അവിടെയും ശക്തമായ പോരാട്ടം രാജേഷിനും ജയിച്ചു വരണമെങ്കിൽ മറികടക്കേണ്ടി വരും. അങ്ങനെ പ്രധാന സ്ഥാനാർത്ഥികൾ തന്നെ BJPയുടെ വലിയ വെല്ലുവിളി നേരിടുകയാണ്. CPMന്റെ മേയർ സ്ഥാനാർത്ഥികളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പ്രധാനമായും പേട്ടയിൽ മത്സരിക്കുന്ന SP ദീപക്കാണ്. SP ദീപക് അവിടെ കടുത്ത പോരാട്ടമാണ്, കടുത്ത മത്സരമാണ് കോൺഗ്രസിന്റെ മുൻ കൌൺസിലർ കൂടിയായ അനിൽകുമാറിൽ നിന്ന് നേരിടുന്നത്. ചാക്കയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ മുൻ മേയർ കൂടിയായ ശ്രീകുമാർ മത്സരിക്കുന്ന വാർഡാണിത്. പേട്ടയിൽ തന്നെ BJPയുടെ പ്രധാന നേതാവ് അശോക് കുമാർ അടക്കമുള്ളവരും മത്സരിക്കുന്നുണ്ട്. കുന്നുകുഴി വാർഡാണ് മറ്റു ശ്രദ്ധാകേന്ദ്രം. മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനു IP ഒക്കെ മത്സരിക്കുന്ന വാർഡ്. അവിടെ കടുത്ത പോരാട്ടം നടക്കുന്നു. പുന്നക്ക മുകളാണ് CPMന്റെ ജില്ലാ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന മറ്റൊരു പേരായ RP ശിവജി മത്സരിക്കുന്നത്. അവിടെ അതിശക്തമായ പോരാട്ടമുണ്ട്. കോൺഗ്രസിനും ഇപ്പോൾ ഈ കൌണ്ടിംഗ് സെന്ററിലേക്ക് കൌണ്ടിംഗ് ഏജന്റുമാരെ കയറ്റിവിടുകയാണ്. നേരത്തെ ഒന്ന് പരിശോധിച്ചൊക്കെ കയറ്റിവിടും. പക്ഷേ ഇപ്പോൾ വലിയ തിരക്ക് ഇവിടെ ആയതിനെ തുടർന്ന് ആളുകളെ അങ്ങ് വളരെ വേഗത്തിൽ കയറ്റിവിടുകയാണ്. സ്ട്രോങ്